വെൽക്കം ബാക്ക്. ഒരുപാട് താങ്ക്സ് എൻ്റെ വീഡിയോസ് കാണുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഒത്തിരി നന്ദി. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുന്നതിന്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് മോൺസ്റ്റെറ ഡെലീഷ്യോസ, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. മോൺസ്റ്റെറ എന്നാണ് കോമൺലി പറയണത്. സ്വിസ് ചീസ് പ്ലാന്റ് എന്നും ഇതിന് ഒരു അതർ നെയിമുണ്ട്. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് ശരിക്കും സെൻട്രൽ അമേരിക്കയാണ്. ട്രോപ്പിക്കൽ കൺട്രീസിലാണ് ഇത് കൂടുതൽ വളർന്നു വരുന്നത്. മെക്സിക്കോ, കൊളംബിയ അങ്ങനെയുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത് ശരിക്കും വളരാനായിട്ട് നല്ല സ്യൂട്ടബിൾ ആയിട്ടൊരു പ്ലാന്റാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ അധികം ഇന്ത്യയിൽ കണ്ടിട്ടില്ല. പിന്നെ ഇതിന് മോൺസ്റ്റർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിൻ്റെ ഈ മാസീവ് ആൻഡ് കൈൻഡ് ഓഫ് പെക്കുലിയർ ഷേപ്പ് ഓഫ് ലീവ്സ് കൊണ്ടാണ് ഇതിനിങ്ങനെ മോൺസ്റ്റർ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ട്, അതാണ് ഇതിൻ്റെ ഭംഗി. ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താം. ഔട്ട്ഡോറിൽ ഇത് ഒരുപാട് ഹ്യൂജ് മാസീവായിട്ട് വളരും. ഇൻഡോറിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഒരുപാട് വലുതായിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നത്. എനിവേ, ഒരു പ്ലാന്റ് ബിഗിനർ, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ചെടികളൊന്നും നടാൻ അറിയത്തില്ല, അതുപോലെ നിങ്ങളൊരു ബിഗിനറാണ് ഇൻഡോർ പ്ലാന്റ് വളർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്ത് പരിപാലിച്ച് വളർത്താവുന്നത്, നിങ്ങളെ ഡിസപ്പോയിൻറ്റഡ് ആക്കില്ലാത്തൊരു പ്ലാന്റാണ് മോൺസ്റ്റർ എന്ന് ഞാൻ പറയും. കാരണം ഈ പ്ലാന്റ് എനിക്കിത് ഇത്ര ചെറുതായിരുന്നപ്പോൾ എനിക്ക് ഹോം ഡിപ്പോയിൽ നിന്ന് കിട്ടിയതാണ്. ഓൾമോസ്റ്റ് ഒരു 3 to 4 years ആയി ഇപ്പോൾ ഇത് എൻ്റെ കൂടെ ഇങ്ങനെ ഞാനിതിനെ വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഇത്ര ചെറുതായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇതിനെ റീപോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നപ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വലുതായിട്ട് വളരുമെന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിനെ ഒരു മീഡിയം പോട്ടിലേക്ക് ഇതിനെ റീപോർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളിത് ചെറിയ പ്ലാന്റായിട്ടാണ് കിട്ടുന്നതെങ്കിൽ റീപോർട്ട് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം ഇത് എത്ര ചെറിയ പോട്ടിൽ വേണമെങ്കിലും ഇരുന്ന് ഇത് വളരെ വലുതായിട്ട് വളരും. അപ്പോൾ വളരെ വലുതായിട്ട് വളർന്നാൽ പിന്നെ ഇതിൻ്റെ റീപോർട്ടിംഗ് ഒക്കെ നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇതിനെ ചെറിയ പോട്ടിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതിനെ റീപോർട്ട് ചെയ്യുന്നത് ഒരു വളരെ നല്ല കാര്യമായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ബിഗ് പോട്ട്സ് തിരഞ്ഞെടുക്കാതിരിക്കാൻ നോക്കുക. ബിക്കോസ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിനെ വലിയൊരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോർ കോൺസെൻട്രേറ്റഡ് ടു റൂട്ട് ബൗണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ നമുക്കറിയാമല്ലോ, നമ്മൾ ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ അതിലെപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഇൻഡോർസിന് കൂടുതൽ ഇത് സ്യൂട്ടബിൾ ആകുന്നത് ഇതിങ്ങനെ കൂടുതൽ ഇലകൾ തരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വലിയ പോട്ടിലേക്ക് ഇതിനെ നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് ബൗണ്ടിൽ കൂടുതൽ റൂട്ട്സ് ഉണ്ടാക്കാനായിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറയണത്. അപ്പോൾ നമ്മളെപ്പോഴും മീഡിയം പോട്ട് തിരഞ്ഞെടുക്കുക. ഇതിങ്ങനെ വലിയ കെയറൊന്നും ഇല്ലാതെ മോഡറേറ്റ് ടു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വളരും. അപ്പോൾ ഇത് ഹ്യൂമിഡിറ്റി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മിസ്റ്റ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ കുറച്ചുകൂടി പെട്ടെന്ന് വളരും. അതുപോലെ മിസ്റ്റിങ് ലീവ്സിന് ഇഷ്ടമാണെന്ന് ഇങ്ങനെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ അധികം സമയമൊന്നും കിട്ടാറില്ല കേട്ടോ മിസ്റ്റിങ്ങിന്. ഞാനധികം മിസ്റ്റൊന്നും അടിച്ചു കൊടുക്കാതെ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതേ പുതിയ ലീവ്സ് ഇത് കണ്ടത്. ഇതിൻ്റെ പാർട്ട് ഓഫ് ദി ഗ്രോത്ത് മാത്രമാണ് ഈ സൈഡിൽ. അപ്പോൾ ഇതിങ്ങനെ വലിയൊരു പ്ലാന്റായിട്ട് വളരുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്തൊരു പ്ലേസാണിത്. ഇതിങ്ങനെ എൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഞാനിതിന് ഈ റെയിൽസിൻ്റെ അകത്തൂടി ഇതിങ്ങനെ ന്യൂ ലീവ്സ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റെയിൽസിൻ്റെ അകത്തോട്ട് കിടത്തിവിട്ട്, ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ സ്റ്റെയർ കേസിൻ്റെ ഒരു റെയിൽസിൻ്റെ അകത്തോടെ ഇങ്ങനെ താഴോട്ട് നല്ല രസമായിട്ട് ഹാങ് ചെയ്ത് വളരുവാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഹ്യൂജായിട്ടും മാസീവായിട്ടും വളരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ബിഗ് സ്പോട്ട് വേണം ഇത് വളർത്താൻ. അതുപോലെ ഞാൻ ഈ പ്ലാന്റിന് കണ്ടേക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഏരിയൽ റൂട്ട്സ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ക്രീപ്പർ. അപ്പോൾ ഇതിന് ഏരിയൽ റൂട്ട്സ് ഉണ്ടാവുന്നത് ക്രീപ്പ് ചെയ്യാനാണ്. അപ്പോൾ ആ ക്രീപ്പ് ചെയ്യുന്ന റൂട്ട്സ് എനിക്കിത് കണ്ടപ്പോൾ ഒരു അഭംഗി പോലെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ നീളമുള്ള റൂട്ട്സ്. നമ്മൾ ഈ മരത്തിലൊക്കെ വളരുന്ന ഓർക്കിഡുകളിലൊക്കെ കണ്ടിട്ടില്ലേ, താഴോട്ട് ഹാങ് ചെയ്ത് വരുന്ന റൂട്ട്സ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തോ നമ്മുടെ ഇൻറ്റീരിയറിനൊരു സ്യൂട്ടബിൾ അല്ലാതെ എന്തോ ഒരു അഭംഗി പോലെ തോന്നിയിട്ട് ഇത് കണ്ടോ, ഞാനത് വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 100% റൂട്ട്സും വെട്ടി കളഞ്ഞിട്ടുണ്ട്. 1-2 റൂട്ട്സ് എന്ത് ചെയ്തു, ഈ പോട്ടിനകത്തേക്ക് തന്നെ മാറ്റി കൊടുത്തു. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എനിവേ, ഇതിൻ്റെ ലീവ്സ് തരുന്ന ഒരു ആംബിയൻസ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ വളരെ അനുയോജ്യമായിട്ടൊരു പ്ലാനാണ്.
പിന്നെ ഇതിന് പെസ്റ്റ് ഒരു അറ്റാക്ക് വളരെ റെയർ ആയിട്ടുണ്ടാവുന്നതാണ്. പെസ്റ്റിൻ്റെ അറ്റാക്ക് ഞാൻ അധികം കേട്ടിട്ടില്ല. നമ്മളെപ്പോഴും നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് കെയറിങ്ങിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോൾ വേണേലും നമുക്ക് പെസ്റ്റിൻ്റെ ആക്രമണം ഉണ്ടാകാം, പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാകാം. പെസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് ഞാൻ അടുത്ത ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേരെന്നോട് ചോദിച്ചു, ഞങ്ങൾ ഇൻഡോർ പ്ലാന്റ് കൊണ്ട് നട്ടിട്ട് ഇങ്ങനെ പെസ്റ്റ് ഉണ്ടായി, അത് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിപ്പോയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് തരം പെസ്റ്റാണ്, അതിൻ്റെ ഓർഗാനിക് കൺട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ പെസ്റ്റിസൈഡ്സ്, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളതിനെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വേറൊരു എപ്പിസോഡിൽ പറയാം. പിന്നെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വാട്ടറിങ്. ഇത് ഈ പ്ലാന്റ് ഇതിന് വാട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 വീക്സ് അങ്ങനെയാണ് ഞാൻ വാട്ടറിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ഔട്ടായി ഏകദേശം ഇതിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഹ്യൂമിഡിറ്റി മീറ്റർ ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ഒരു ഹ്യൂമിഡിറ്റി മീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ വിരലിട്ട് നോക്കുമ്പോൾ നമുക്ക് മേൽമണ്ണ് ഉണങ്ങി കാണും. നിങ്ങൾക്ക് ഹ്യൂമിഡിറ്റി മീറ്റർ ഇല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യം, അല്ലെങ്കിൽ ആ ഹ്യൂമിഡിറ്റി മീറ്റർ നമ്മൾ ഈ സോയിലിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കാണിക്കും ഡ്രൈ ആണോ, വെറ്റാണോ, മോയിസ്റ്റ് ആണോ എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിവേ ഞാൻ വൺസ് ഇൻ 2 വീക്സ് കൂടുമ്പോഴാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അന്നേരം വെള്ളം ഒഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തറലി വാട്ടറിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളർത്താവുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് മോൺസ്റ്റർ ഡെലീഷ്യോസ. ഹ്യൂമിഡിറ്റിയും ഇനഫ് സ്പേസും ബ്രൈറ്റ് ഓർ മോഡറേറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റുമാണ് ഇതിന് വേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഞാൻ ഇന്ത്യയിൽ അധികം കണ്ടിട്ടില്ല, ബട്ട് ഇപ്പോൾ പോപ്പുലറായി കാണാം. ബിക്കോസ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ ഇത് കാനഡയിൽ ഞാൻ അധികം കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് ഷോപ്പിൽ പോയാലും ഇവിടെ കാനഡയിൽ നമ്മൾ ലോസിലോ വാൾമാർട്ടിലോ അല്ലെങ്കിൽ ഹോം ഡിപ്പോ, കനേഡിയൻ ടയർ, എവിടെ പോയാലും നമുക്കിത് ഒരു $10 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വളരെ ചെറിയൊരു പ്ലാന്റ് നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ ഇത് വളരുകയും ചെയ്ത് കണ്ടത്. ഇപ്പോൾ 3 to 4 ഇയേഴ്സ് ആയിട്ടുള്ളൂ, ഹ്യൂജായി നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ആൻഡ് ഈസ്റ്റർ. മറ്റൊരു എപ്പിസോഡുമായി ഇനിയും കാണുന്നതും വരെ നന്ദി.